ഡോ എടോ എടോ ഞാൻ ശരിക്കും പറയാ താനൊരു പ്രേതാടോ. ഒന്ന് വിശ്വസിക്കേ, ഞാൻ ശരിക്കും പറയണ താനൊരു പ്രേതാ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ, താനൊരു പ്രേതാടോ. എടി പെണ്ണേ, മര്യാദ കാഴ്ന്തര കിടന്നുറങ്ങി എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് താൻ പ്രേതമാടോ, താൻ പ്രേതം, നീയാ പ്രേതം, നീ പ്രേതം, നിന്റെ അച്ഛൻ പ്രേതം, നിന്റെ അപ്പൻ പ്രേതം, കുടുംബത്തിൽ മൊത്തം പ്രേതം, നീ മുഴു പ്രേതം. അതേടോ ഞാൻ പ്രേതാടോ. എന്തേ സംശയമുണ്ടോ? പ്രേതമൊന്നുമായിരിക്കും, പക്ഷേ ഞാൻ മാത്രല്ല, താനും പ്രേത. പോയ കേസ്. ഓഹോ, ഇത്ര നേരം ഞാനായിരുന്നു പ്രേതം, ഇപ്പം നീ പ്രേതവും മറന്ന് എന്ത് തേങ്ങ വേണമല്ലോ. ഞാൻ പ്രേതമല്ല, മനസ്സിലായല്ലോ. ഇപ്പം എന്നെ വെറുതെ വിടാവോ? എടോ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കടോ, താൻ പ്രേതമാന്ന്. പ്രേതം എടേ, എനിക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടല്ലേ. ഒന്ന് വിശ്വസിക്കേ. എനിക്കാരും കാണണ്ട. പറയുന്നൊന്ന് മനസ്സിലാക്കടോ. ശരിക്കും പറഞ്ഞത് താൻ പ്രേതമാടോ. എടേ, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അയാൾക്ക് മനസ്സിലാവാത്തേ. കാണണ്ട, മാറി നിന്നു. ഹലോ, ഒന്ന് നിന്നേ. താൻ പ്രേതമാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് വിശ്വാസമാവോ? അത് നീ പ്രൂവ് ചെയ്യ്, എന്നിട്ട് വിശ്വസിക്കാം. ഇതാ നിൽക്കുന്ന ആളെ കണ്ടോ? ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി സംസാരിച്ചാൽ മതി. താൻ പ്രേതമാണോ മനുഷ്യനാണോ എന്നൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും. ശരി. ഹായ് ബ്രോ. അങ്ങോട്ടിപ്പോൾ നോക്കണ്ട. അവിടെ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, രാവിലെ നമ്മൾ തുടങ്ങിയതാ ഞാൻ പ്രേതമാണെന്ന്. എപ്പോ? ഇത് രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇത് കത്തിക്കണം. കത്തിക്കണം? ഈ ബുള്ളറ്റിനെ അറസ്റ്റ് ചെയ്തോ? ഇത് കത്തിക്കണം, ഇത് കേരളം കത്തണം. എടാ, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലടാ, നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അവരുടെ ആരാ അറസ്റ്റ് ചെയ്തെന്ന് അറിയാലോ, നമ്മളവർ ഫാൻസ് അല്ലേ, അപ്പം നമ്മൾ പ്രതികരിക്കണം. എടാ, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രതികരിക്കണം. നീ തന്നെ പറയും, നമ്മൾ വെറുതെ ഇരിക്കാനാണ്, നമ്മൾ പിന്നെ അവരുടെ ഫാൻസാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇരിക്കുന്നേ? നമ്മൾ പ്രതികരിക്കണം. ആ കേൾക്കുന്നുണ്ട്, നീ പറ. ആ കേൾക്കാം, നീ പറ. ആടാ, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഡോ, തൊടാൻ നോക്കണ്ട, പറ്റത്തില്ല. എന്തൊക്കെയായിരുന്നു, ഇപ്പൊ വിശ്വാസമായോ? അല്ല, അതൊക്കെ പോട്ടെ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരാളോട് മരിച്ചിട്ട് പ്രേതമായിട്ട് നിൽക്കുമ്പോഴാ ഡ്രസ്സ് പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഇയാൾക്ക് മാറ്റാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കണം. ഒരു ട്രൈയും വേണ്ട. എന്നാ ഞാൻ ട്രൈ ചെയ്യാം. കേട്ടിയോ? ഇതൊക്കെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഞാൻ എങ്ങനെയാ മരിച്ചെന്ന് മാത്രമല്ല, എൻ്റെ വീട് എവിടെയാണ്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല. 4 മണിക്കൂറാവാൻ ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട്. ആ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്കെല്ലാം ഓർമ്മ വരും. എങ്ങനെ? ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെയായിരുന്നു. ആദ്യം എണീറ്റപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നേ. പോട്ടേടോ, എല്ലാം ഓർമ്മ വരും. ലക്ഷ്മമ്മ, അച്ഛൻ, രേണു. ആരായി രേണു?
ഡാ ഈ ഷർട്ട് ആരുടെയാടാ? നാളല്ലേ ചെറുക്ക, പോയി ചത്തൂടെ നിനക്ക്? இல்லைங்க, என்னோட டான்ஸ் டீச்சரோட தம்பி தானே நீங்க? இப்படி வாய் திறந்து நாய மாதிரி பார்க்கறதுக்கு உங்களுக்கு கேவலமா இல்லையா? இனிமே இப்படி பார்த்துட்டு இருந்தா என்னோட அப்பா கிட்டே உங்க அக்கா கிட்டே எனக்கு சொல்ல வேண்டியதா இருக்கும். புரிஞ்சுதா? എന്താ ഒരു കള്ളച്ചിരി? ഓ, അപ്പൊ രേണു തന്റെ കാമുകയാണല്ലേ? കാമുകയല്ല, എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ വൺ സൈഡ് ആയിരിക്കും. താനിപ്പോൾ അവളോട് ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ലേ? തുറന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം റിജക്റ്റ് ചെയ്ത് കാണും അല്ലേ? തനിക്കിപ്പോൾ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല? അവിടെ പോവാ. ഇവിടെ എനിക്ക് ചിലരെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുമോ? നടക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും തനിക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. എടോ, ഇനി ഇതെങ്ങോട്ടാ? ഞാൻ മരിച്ചതിലേ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടാവും, എൻ്റെ ചേച്ചി. നാളെ ഒന്ന് കണ്ടേച്ച് വരാം. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിള്ളൽ വീണിടും പൊള്ളും നിലമാ ഉള്ളിനുള്ളിലായി തുള്ളിക്കരിഞ്ഞേ മഴ മാറി നിന്ന് മറുവായി തീർന്ന നാളല്ലേ ചെറുക്ക, പോയി ചത്തൂടെ നിനക്ക്? മഴ മാറി നിന്ന് മറുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു ജന്മം. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിള്ളൽ വീണിടും പൊള്ളും നിലമാ ഉള്ളിനുള്ളിലായി തുള്ളിക്കരിഞ്ഞേ മഴ മാറി നിന്ന് മറുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു ജന്മം. മഴ മാറി നിന്ന് മറുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു ജന്മം. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിള്ളൽ വീണിടും പൊള്ളും നിലമാ ഉള്ളിനുള്ളിലാ 25 വർഷം അവിടെ താമസിച്ചിട്ട് എനിക്കവിടെ മനസ്സിലാക്കാൻ പറ്റില്ലടോ. അവിടെ ഹാപ്പി അല്ല. എടോ, താൻ ചിലർന്നല്ലേ പറഞ്ഞേ? ചേച്ചിയെ പോയി കണ്ടു, ഇനി ആരെയാ കാണാനുള്ളേ? രേണുവിനെ. ഞാനൊന്നും വരത്തില്ല കേട്ടോ. എടോ, നീ ഒരു കമ്പനിക്ക് ഇങ്ങനെ പാടോ? ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. എന്തായാലും ഞാൻ പോവാ. താ ഒറ്റയ്ക്ക് പോക്കോ. പെണ്ണേ,
ഒന്നേടി. നീ കൊള്ളാലോടി പെണ്ണേ. നീ നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യ്. നിന്റെ വീടെവിടാ? വിടണ്ടേ? തമിഴത്തിയാ? I'm just a step away, I'm just a breath away, losing my faith today, falling off the edge today. I am just a man, not superhuman, I'm not superhuman. Someone save me from the hate, it's just another one, just another family torn, falling from my faith today, just a step from the edge. നീ ആരാ നായിക പെണ്ണുങ്ങളെ ചേർത്ത്? നിന്നെ ഒരു തവണ വാങ്ങിച്ചത് വിട്ടേക്കണം മായ. ഇനി മേലാടി പരിസരത്ത് നിന്നെ കണ്ട ഓ അവൻ്റെ ശല്യം നീ കാണത്തില്ല. തൻ്റെ വീടെവിടെ? എന്തായാലും സമയത്രയായില്ലേ, ഞാൻ കൊണ്ടാക്കാം. വീട് ഇവിടെ അടുത്താണോ? വാ. അല്ല, താൻ വരുമല്ലെന്ന് പറഞ്ഞോ? ഓ, അപ്പം ഞാൻ വന്നാണോ പ്രശ്നം? അങ്ങനെയല്ല, നന്നായി.